ആ ഡാമാണ് പേരാമ്പ്രയാൻ കാരണം. ആ ഡാമിനുള്ള ലക്ഷക്കണക്കിന് ഉറുപ്പിൻ്റെ പൈസ ഇവിടെ കൊണ്ടുവന്നിട്ട് പണിക്കാർക്ക് കൊടുക്കുമല്ലോ. ഇതെല്ലാം അവര് ശനിയാഴ്ച വൈകുന്നേരം ഇവിടെ വരും. ഞായറാഴ്ച ഇവിടെ ചന്ത, വലിയ കച്ചവടം കിട്ടുന്ന ദിവസം ഞായറാഴ്ച. എല്ലാ കച്ചവടവും ഞായറാഴ്ച തന്നെ ഏറ്റവും വലിയ കച്ചവടം. എന്ത് സാധനം കിട്ടണമെങ്കിലും ചന്തയിൽ നിന്ന് കിട്ടും സാധനം. അങ്ങനെ അവർ ഈ പൈസ തീർത്ത് പേരാമ്പ്ര കൊണ്ടുവന്ന് ചിലവാക്കും. അങ്ങനെ ഞാളല്ലോ ഈ പൈസ കൊണ്ടാണ് ഞാളെല്ലാം കച്ചവടം വലുതാകാൻ കാരണം. പേരാമ്പ്ര ഇപ്പോൾ ഒരു 70 കൊല്ലം. കല്യാണം പേരാമ്പ്ര വന്നേര കഴിച്ചു. വൈഫ് ഇവിടെ പേരാമ്പ്രക്കാരി. പേരാമ്പ്ര വലിയതാണ്. അന്ന് പേരാമ്പ്ര ആർക്കും വേണ്ട. ഒരു ജോഡി ചെരുപ്പൊരാൾക്ക് വേണമെങ്കിൽ ഒരു നാദാപുരം പോയിട്ട് വാങ്ങണം. അങ്ങനെ ഞാൻ എൻ്റെ അന്ന് സാമ്പത്തികമായിട്ട് കഴിവൊന്നുമില്ല. അങ്ങനെ ടയറ് കൊണ്ടുവന്നിട്ട് കോഴിക്കോട് നിന്ന് ഒരു പണിക്കാരുടെ കൊണ്ടുവന്ന് ടയറ് മുറിച്ചിട്ട് ചെരുപ്പുണ്ടാക്കി. അത് 12 തന്നെ ഇന്നത്തെ 75 പൈസ. 12 വെക്കും, 1 ഉറുപ്പിക വെക്കും. ചെറിയ കുറേ പീടിയാണ്, പഴയ പീടിയ. പിന്നെ വാർപ്പൊന്നുമില്ല, വാർപ്പ് പീടിയൊന്നുമില്ല, ഷട്ടറൊന്നും ഇല്ലാത്ത നിരട്ടിട്ടുള്ള പീടിയ. ഗ്രാൻഡ് ഹൗസ് പിന്നെ ഇവിടുത്തെ മണീൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഒരു കട തുടങ്ങിയ, അതാണ് വളർന്നത്. ഗ്രാൻഡ് ഹൗസ് വലിയ ഗ്രാൻഡ് ഹൗസാണ്. നല്ല ആൾക്കാരല്ലേ, നല്ല ആൾക്കാർ, പാവപ്പെട്ടവർക്കെല്ലാം നല്ല ഗുണം ചെയ്യുന്ന ആൾക്കാരാണ്. ഗ്രാൻഡ് ഹൗസ് കണ്ടാണ് പേരാമ്പ്ര ആയ കാരണം. ഗ്രാൻഡ് ഹൗസിൽ വലിയ കാരണം. ഈ ഗ്രാൻഡ് ഹൗസിൽ പിന്നെ ആൾക്കാരെല്ലാം പേരാമ്പ്രയിൽ നിന്ന് ഇപ്പം എൻ്റെ വീടിയക്കാരി ചെരുപ്പ് വാങ്ങും, കുട വാങ്ങും. അപ്പോൾ ഒരു തലശ്ശേരി ഉള്ളൊരു പാർട്ടി എൻ്റെ പിടിയക്കയറി ഒരു കുട വേണമെന്ന്. ഞാൻ കുട കൊടുത്തു. നിങ്ങളെവിടെ? ഞാൻ തലശ്ശേരി. എൻ്റെ ഇവിടെ വന്ന് ഗ്രാൻഡ് ഹൗസിൽ സാധനം എടുക്കാൻ വന്നു. ബത്തേരിയിൽ നിന്ന് എൻ്റെ കടേൻ്റെ മുന്നിൽ കൂടി ഒരാൾ നടന്നു പോകുന്നു, ഒരു ഡ്രൈവർ. എൻ്റെ മകളെ കെട്ടിയോൻ്റെ ബാപ്പാക്ക് ലോറിയുണ്ട്, ആ ലോറിയിലെ ഡ്രൈവറാണ്. അപ്പം ഞാൻ വിളിച്ച് എന്താ പേരാമ്പ്ര കാണുന്നത്? ഞാൻ പേരാമ്പ്ര ഗ്രാൻഡ് ഹൗസിൽ കല്യാണ സ്ഥാനം എടുക്കാൻ വന്ന. എല്ലാ കച്ചവടക്കാർക്കും ഗ്രാൻഡ് ഹൗസ് കൊണ്ട് വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് ഇന്ന് പറയുകയാണെങ്കിൽ ഗ്രാൻഡ് ഹൗസൊക്കെ ഇങ്ങനത്തെ വരുമാനം ആവശ്യമില്ല, അത്രയും അവർ നല്ല നിലയിലേക്ക് കൂട്ടുക. അപ്പോഴത്തെ ഈ കച്ചവടം എന്ന് വെച്ചാൽ കുറേ തൊഴിലാളിയൊക്കെ വേണ്ടിയിട്ടുള്ള മനസ്സിലാക്കുന്നത്. അല്ല, കുറേ ജോലിക്കാരുണ്ടല്ലോ, അവർക്കെല്ലാം വേണ്ടിയാണ് ഇത് തുടങ്ങുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്കൊന്നും ആവശ്യമില്ല. ഞങ്ങളുടെ കുടുംബസമേതം ഗ്രാൻഡ് ഹൗസിലാണ് പോകുന്നത്. ഗ്രാൻഡ് ഹൗസിന് വിശ്വാസമുണ്ട്, നല്ല സാധനമായിരിക്കും. ഞാൻ പോകണമെന്നില്ല, നമ്മളെ മക്കളെല്ലാം പോയാൽ ഇവിടെ പൈസ ഇല്ലെങ്കിലും അവർ കൊടുക്കും. പൈസ എപ്പോഴും കൊടുത്താൽ മതി. ഒരു പരസ്യവും ഇല്ലാത്ത പീടിയ. ഞാനിപ്പം പറയൂ, ഗ്രാൻഡ് ഹൗസിനെ കണ്ടു പഠിച്ചോളി. ഗ്രാൻഡ് ഹൗസ് ഒരു പരസ്യവും കൊടുക്കുന്നില്ല. ഇതിപ്പോൾ ആഴ്ചക്ക് 2 പ്രാവശ്യം പരസ്യം. എന്തിനാ പരസ്യം വേണ്ട. ഇതാ പരസ്യം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് പരസ്യമായിട്ട് വരുന്നത്.